സെക്രട്ടേറിയറ്റിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലെ അക്കൗണ്ടന്റ് തസ്തികയിലെ അട്ടിമറി നിയമനത്തിനെതിരെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിൽ നടന്ന ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി മിനിൽ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ പ്രതിഷേധം. ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്. വിദ്യാഭ്യാസ വകുപ്പിലെ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും അട്ടിമറി നിയമനം നടത്തിയെന്നാരോപിച്ച് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിൽ നടന്ന ധർണ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷ അഭിയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കിയ കാലത്ത് തന്നെ ജില്ലാതലത്തിലുള്ള ഓഫീസുകൾ രൂപീകരിച്ചപ്പോൾ അവിടെ അക്കൗണ്ടന്റ് തസ്തിക, ആ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ പ്രൊമോഷൻ തസ്തികയായി നിലവിൽ നിൽക്കുന്ന 14 ജില്ലകളിലെയും ജില്ലാ ഓഫീസുകളിലെ ആ തസ്തികയും അതോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രത്തിലെ 2 തസ്തികയും ഉൾപ്പെടെ വരുന്ന 16 തസ്തികകൾ, ആ 16 തസ്തികകൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ പ്രൊമോഷൻ തസ്തികയാണ് നാളിതുവരെയും. അങ്ങനെ തുടർന്നു വരുന്ന ഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് അതിന് ഘടകവിരുദ്ധമായി അതിൽ വരുന്ന 6ഓളം തസ്തികകളിൽ ഗവൺമെന്റ് പ്രത്യേകമായി ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് കെ എസ് രാഗേഷ് പരിപാടിയിൽ അധ്യക്ഷനായി. കേരളത്തിലെ സിവിൽ സർവീസിന്റെ കെട്ടുറപ്പിനെയും ആകർഷണീയതയും ആനുകൂല്യങ്ങളെയും നിരന്തരം അട്ടിമറിച്ച് ഇല്ലാതാക്കുവാൻ നടക്കുന്ന ഗൂഢാലോചനകളെ തിരിച്ചറിയണമെന്ന് ജോയിന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സർവശിക്ഷാ അഭിയാൻ ഓഫീസുകളിൽ ജില്ലാ അക്കൌണ്ടന്റ് നിയമനം സ്ഥാനക്കയറ്റം വഴി നികത്തിയിരുന്ന രീതി അട്ടിമറിച്ച് 6 ജില്ലകളിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെ നിയമിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് ജോയിന്റ് കൌൺസിൽ പ്രഖ്യാപിച്ചു. എം എസ് ശ്രീകുമാർ, സി ജി അജീഷ, വി കെ മനോജ്, എം കെ സുഭാഷ്, ലോമിമോൾ കെ ആർ, എൻ എസ് ഇബ്രാഹിം, മുഹമ്മദ് നിസർ, സുമിതാമോൾ സി എസ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി സാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി കെ ജിംസ്, വി എം ഷൌക്കത്തലി എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.